അല്പം മുമ്പ് വന്ന ഒരു വാർത്തയാണ്. അമേരിക്കയിലെ ഹെലികോപ്റ്റർ വിമാനവും വാഷിംഗ്ടൺ ഡിസിയുടെ ആകാശത്ത് വെച്ച് റീഗൻ വിമാനത്താവളത്തിനടുത്ത് വെച്ച് ഇടിച്ച് തകർന്നു എന്നുള്ളതാണ്. തകർന്ന വിമാനം പോട്ടോവാക് നദിയിൽ പതിച്ചു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആരും രക്ഷപ്പെട്ടതായി അറിവില്ല. 60 യാത്രക്കാരും 4 വിമാന ജോലിക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ആകാശത്ത് വെച്ച് ഹെലികോപ്റ്ററും അത് ഇറങ്ങാൻ പോയ വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ചു എന്നുള്ളത്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ ഈ കാര്യത്തിൽ? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ 64 യാത്രക്കാർ, അതിലെ 4 പേര് വിമാന ജീവനക്കാരാണ്. അമേരിക്കൻ എയർലൈൻസിൻ്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ ആർമിയുടെ സൈനിക ഹെലികോപ്റ്ററുമായിട്ടാണ് കൂട്ടിയിടിച്ചത്. പൊട്ടോമോക്ക് എന്ന നദിയിൽ വീണിരിക്കുന്നു. നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഫ്രീസിങ് ടെമ്പറേച്ചർ ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മൈനസിൽ കിടക്കുകയാണ്. അവിടെ ഐസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിനിടയിലേക്കാണ് അത് വീണിട്ടുള്ളത്. ഫയർ ഫൈറ്റേഴ്സ്, അഗ്നിശമന സേനയും ബോട്ടുകളൊക്കെ വളഞ്ഞ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരും രക്ഷപ്പെട്ടതായി ഇതുവരെ, സർവൈവേഴ്സിനെ കുറിച്ച് ഇതുവരെ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന തരത്തിലുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. വിമാനം 2ആയി ഒടിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ എയർലൈൻസിൻ്റെ 5342 വിമാനമാണ്. എന്ന് മാത്രമല്ല, ഈ അമേരിക്കയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള സിക്കോർസ്കി ഇതിൽപ്പെടുന്ന ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിന് ബ്ലാക്ക് ഹോക്ക് വിമാനം എന്നാണ് പേരിട്ടിരിക്കുന്നത്. 3 സൈനികർ, ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടുന്ന 3 സൈനികർ അതിലുണ്ടായിരുന്നു. ടോപ്പ് ഒഫീഷ്യൽസ് ആരുമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഒരുപാട് പേര് ഇതിൽ ദുഃഖവും ഞെടുക്കവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് വി ആർ പ്രേയിങ് ഫോർ ദെയർ സോൾസ് എന്നാണ്, ഗോഡ് ബ്ലെസ് ദെയർ സോൾസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർവൈവേഴ്സിനെ കുറിച്ച് ആരും രക്ഷപ്പെട്ടതായിട്ട് പറയുന്നില്ല. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇത് ലാൻഡ് ചെയ്യാനിരിക്കുകയായിരുന്നു. ഇവരെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ബന്ധുക്കൾ വന്നിരുന്നു. ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഡെസ്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ലോകമെമ്പാടും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അമേരിക്കൻ എയർലൈൻസ് 60 ലക്ഷം പേരെയാണ് യാത്രകൾക്കായി കൊണ്ടുപോകുന്ന അത്രയും ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ എയർലൈൻസാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇതിൻ്റെ ലാൻഡിംഗ് സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്നതിനുള്ള എററാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ജെയിംസെ, മറ്റൊരു വാർത്ത കൂടി വരുന്നുള്ള ഈ കാനഡയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇന്ത്യയും ചൈനയും ഇടപെടുന്ന രീതിയിലുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്, എന്നാൽ പോലും അത്ര റിപ്പോർട്ട് യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള വിവരം? ഒരുപക്ഷെ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഈ കാനഡയിൽ പ്രത്യേകിച്ച് വാൻകൂവറിനടുത്ത് സറയിൽ നിജാർ കൊലപ്പെട്ട കേസിൽ ഖലിസ്ഥാൻ നേതാവ് ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്ന് കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് വലിയ വിവാദമുണ്ടാവുകയും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വളരെ വഷളാവുകയും ചെയ്തതാണ്. ഇതേ തുടർന്നാണ് ഒരു അന്വേഷണ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. ആ സർക്കാരിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഇന്ത്യയും ചൈനയും കാനഡയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ അതിനെ ശക്തമായി തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇതിൽ വാസ്തവമില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കാനഡ ഇടപെടുന്നു. കാനഡ കുറ്റപ്പെടുത്തിയിരിക്കുന്നതിൽ 1-ാം നമ്പർ സ്ഥാനം ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത്. 2-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. പിന്നെ റഷ്യ, ഇറാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും കാനഡയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ കാനഡയിലുണ്ട്. ഇന്ത്യ കാനഡ ബന്ധം വഷളാവുന്നത് ഒരു തരത്തിലും അതിന് ഗുണകരമല്ല എന്നുള്ളത് പറയുന്നു. പ്രത്യേകിച്ച് അവിടെ കനേഡിയൻ പൗരന്മാരായി മാറിയവർക്ക് വേറെ പ്രശ്നങ്ങളില്ല. പക്ഷേ പൗരത്വം കാത്ത് കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം, ലക്ഷക്കണക്കിന് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാവുന്നത് അത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ല. താങ്ക് യു പി ജെയിംസ്. വിദേശ വാർത്തകളുമായി പി ജെയിംസ് നാളെ ഇതേ സമയം വരും.